ഹായ് നമസ്കാരം. നമ്മളിവിടെ വന്നിരിക്കുന്നത് മാൾട്ടയിലെ ഫേമസ് ടൂറിസ്റ്റ് പ്ലേസായ ഒരു സ്ഥലത്താണ്. ബ്ലൂ ഗ്രോട്ടോ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ബ്ലൂ ഗ്രോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് ഗുഹകൾ ചേർന്നാണ് ബ്ലൂ ഗ്രോട്ടോ എന്നറിയപ്പെടുന്നത്. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരാണ് അങ്ങനെയുള്ള പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട്. കയാക്കിങ്, ബോട്ടിങ്, സ്വിമ്മിങ്, ഇതൊക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഏറ്റവും ബ്ലൂ കളറാണ് വെള്ളത്തിന്. അതുമാത്രമല്ല സൺലൈറ്റ് അടിക്കുമ്പോൾ ഈ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളങ്ങും. അത് കാണാൻ വളരെ മനോഹരമാണത് കാണാനായിട്ട്. പിന്നെ ഈ കടലിന് നല്ല ആഴമുണ്ട്. പക്ഷെ പ്യുവർ ക്ലീൻ വാട്ടർ ആയതുകൊണ്ട് നന്നായിട്ട് നമുക്ക് അടിയിലുള്ള സംഭവങ്ങൾ വരെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ മലകളും ഒക്കെ പണ്ടത്തെ അതേ രീതിയിൽ നാച്ചുറലായിട്ട് തന്നെ തുടർന്നു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അടുത്ത കാര്യം. പക്ഷേ നമുക്ക് ഒരു മൂടിപിടുത്തം ഇല്ലാതെ കാണുന്നത് തന്നെയാണല്ലോ നമുക്ക് ഏറ്റവും മനോഹരം. പിന്നെ നമ്മുടെ നാട്ടിലെ കടലിലെ വെള്ളവും ഇവിടുത്തെ കടലിലെ വെള്ളം ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്കത് കണ്ട് ആസ്വദിക്കാൻ തന്നെ തോന്നും. ഇപ്പം ഞങ്ങൾ ബോട്ടിങ്ങിന് പോവുകയാണെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ കാണിക്കാം. പക്ഷേ പോകാൻ പറ്റുമെന്ന് സംശയമുണ്ട്. കാരണം നമ്മളെപ്പോലും പറത്തിക്കൊണ്ട് പോകുന്ന കാറ്റാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ സാധിക്കില്ല. പോകാൻ സാധിച്ചാൽ നിങ്ങളെ ആ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ. അതെ, ഇന്ന് ഭയങ്കര വിൻഡി ആയതുകൊണ്ട് ഇന്ന് ബോട്ടിങ് അവൈലബിൾ അല്ല. ഈ വഴിക്കാണ് നമ്മൾ ബോട്ടിങ് ചെയ്തിട്ട് അറ്റത്തുകൂടെ പോയിട്ട് അവിടെ കടലിലുള്ള ഗുഹകളിൽ കൂടി ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു വരിക. പക്ഷേ ആ ഗുഹകളും മറ്റും നിങ്ങളെ കാണിക്കാനായിട്ട് വിചാരിച്ചിരുന്നു ഞാൻ. പക്ഷേ ഇന്നത് സാധിക്കില്ല. അത്രത്തോളം കടൽ ശുദ്ധമാണ്.
ഞങ്ങൾ തിരിച്ചു പോകുന്നു അവിടെ നിന്ന്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മുടെ കോഴിക്കോടുള്ള മലയാളികളുടെ റെസ്റ്റോറൻ്റാണ് ചാർക്കോൾ ബൈ ചായ് ചോക്ക് എന്നുള്ള റെസ്റ്റോറൻ്റാണ്. ഓൺലി ഗ്രിൽ ഐറ്റം മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോട്ടെ. ഓക്കെ. ഫുഡൊക്കെ കഴിച്ചു. ഇനി വീട്ടിൽ പോവാണ്. കാരണം ഞാൻ വിചാരിച്ച പോലെ നിങ്ങൾക്ക് സംഭവങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. സോറി. ഇനി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് തരണേ. ഓക്കെ, ബൈ.